നമസ്കാരം, ജഗനാണ്. ചിത്രകലാരംഗത്തും സാംസ്കാരിക മേഖലയിലും സജീവമായി നിൽക്കുന്ന ശ്രീജേഷ് ഇപ്പോൾ ദേശീയ പുരസ്കാരത്തിൻ്റെ നിറവിലാണ്. ആ ശ്രീജേഷാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. വെൽക്കം, ജഗൻസ് ബ്രോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എടപ്പാൾക്കാർക്ക് സുപരിചിതനാണ് ശ്രീജേഷ്. എങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സ്ഥലം ഒന്ന് പറയാമോ? എടപ്പാളിൽ എവിടെയാണ്? എടപ്പാൾ വള്ളത്തോൾ കോളേജിൻ്റെ അവിടെ വീട്. വീട്ടിലാരൊക്കെ ഉണ്ട്? വൈഫ്, 2 കുട്ടികൾ. അപ്പോൾ ദേശീയ പുരസ്കാരത്തിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങളും അതേപോലെ തന്നെ എടപ്പാൾക്കാരായ ഞങ്ങളും. ഏത് തലത്തിലാണ് ആ അംഗീകാരം നിങ്ങളെ തേടി വന്നത്? ചിത്രകലാരംഗത്തും പൊതുപ്രവർത്തന സാംസ്കാരിക രംഗത്തും കൂടിയിട്ടാണ്. ചിത്രകലയിലുള്ള താങ്കളുടെ ഈ കഴിവുണ്ടല്ലോ, അത് എപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത്? ചിത്രകലയിലേക്ക് എത്തിപ്പെടുന്നത് ചെറുപ്പം മുതലേ ഉണ്ട്. കാരണം അച്ഛൻ ഒരു നാടക ആർട്ടിസ്റ്റാണ്. പൊപ്പൻ വടകര അച്ഛൻ്റെ പേര്. അച്ഛൻ നാടകത്തിലെ സംവിധാനവും നാടകരചയിതാവും അങ്ങനെയൊക്കെയാണ്. പിന്നെ അച്ഛൻ നാടകത്തിൻ്റെ കട്ടൗട്ടർ വരയ്ക്കുക, പിന്നെ സീനറികൾ വരയ്ക്കുക. അപ്പോൾ കേരളം മൊത്തം പല സ്ഥലങ്ങളിലേക്കും ഞാൻ അച്ഛൻ്റെ ഒരു ചെറുപ്പം മുതലേ ഇതിന് പോകാറുണ്ട്. പക്ഷേ ഇതൊരു തൊഴിലായിട്ടും ഇതൊക്കെ ആയിട്ടൊരു 15-16 വയസ്സ് മുതലേ ആദ്യം ബാനർ എഴുതുക, ബോർഡ് എഴുത്ത്, അങ്ങനെ തുടങ്ങി. പിന്നെ ഗ്രാഫിക് ഡിസൈനിങ് ആയി, ഇൻറ്റീരിയർ ഡിസൈനിങ് ആയി. അപ്പോൾ അതൊക്കെ ഒരു ഇതിൻ്റെ മേഖലയായി മാറണം, അപ്ഡേറ്റ് വേണം എന്നുള്ള രീതിയിൽ അങ്ങനെ മാറി ഇതൊരു തൊഴിലായി അങ്ങനെ പോകുന്നു. ഒരു പാഷനായും തൊഴിലായി അങ്ങനെ പോകുന്നു. അതിനുശേഷം പിന്നെ ഗൾഫിലേക്ക് ആഗ്രഹത്തിൻ്റെ ഒരു ഗൾഫിൽ പോകുന്നു. ഒമാനിലായിരുന്നല്ലോ താങ്കൾ. അപ്പോൾ ഒമാനിലെ അനുഭവങ്ങളൊന്നും പങ്കുവെച്ചൂടെ? ഒമാനിൽ 2009 1 വർഷത്തോളം 2-3 പാലസിൽ വർക്ക് ചെയ്യാൻ പറ്റി. ആർട്ടിസ്റ്റായിട്ട് അവിടുത്തെ കൊട്ടാരത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു. പിന്നെ അവിടെ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ കേരള വിങ്ങിന് ഉള്ള പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. ചിത്രരചന മത്സരമൊക്കെ 10-300 കുട്ടികൾ 200 കുട്ടികളൊക്കെ ഉള്ള സമയത്ത് അതിൻ്റെ ജഡ്ജായിട്ടൊക്കെ കാരണം അതൊക്കെ വലിയൊരു അനുഭവം തന്നെയായിരുന്നു. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ? നാട്ടിലെ അമ്പലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള മ്യൂറൽ പെയിൻറ്റിങ്ങിന് പുരസ്കാരം, എടപ്പാൾ പ്രസ് ക്ലബിൻ്റെ ലോഗോ ചെയ്തതിനും അതിൻ്റെ പുരസ്കാരം ഉണ്ടായിരുന്നു. പിന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എടപ്പാൾ പൂക്കർത്തർ സ്കൂള്, അതിന് ലോഗോ ചെയ്ത് മമ്മൂട്ടിയാണ് ലോഗോ പ്രകാശനം ചെയ്തത്. അതിൽ ഒരുപാട് പേര് മത്സരിച്ചിട്ടില്ലേ? കുറേ ലോഗോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ ലോഗോണ് സെലക്ട് ചെയ്തിട്ട് അതിലൊരാളെ സെലക്ട് ചെയ്ത് നിങ്ങളാണല്ലേ? ഗംഭീരം. അപ്പോൾ ഓണക്കല്ലേ വരുന്നത്, പൂരാടവണയത്തിൽ സജീവമായിട്ട് നിങ്ങളൊക്കെ കാണാറുണ്ട്. അതിൻ്റെ ഒരു അനുഭവത്തെ കുറിച്ച് പറഞ്ഞൂടെ? അത് ഞങ്ങളൊരു ഏകദേശം 10 വർഷത്തിന് മേലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു കേരള പരസ്യകല ഒരു സമിതി ഉണ്ട്, ഒരു ആർട്ടിസ്റ്റുകളുടെ സംഘടന. അതിൽ എടപ്പാൾ യൂണിറ്റിലെ ഒരു 10-11 ആൾക്കാർ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഒരു ഏകദേശം 1 മാസത്തോളമുള്ള ഒരു നിങ്ങളെല്ലാവരും കഠിനാധ്വാനം. അതാണ് നമ്മൾ ഈ വാഴക്കൊലൊക്കെ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ചെയ്തായിരുന്നു. പക്ഷേ അതിന് കുറച്ച് പ്രശ്നങ്ങൾ, ആദ്യം മുതൽ 2 ക്യാമറ വെക്കണം അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട്, അതൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല. അത്രയും വലുത് വേറെ ചെയ്തിട്ടില്ല, വേറെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ 24 അടി ഹൈറ്റിലാണ് ചെയ്തത്. ഒരു പഴം തന്നെ 8 അടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത്രയും ഹൈറ്റിൽ. അതൊക്കെ ഒരുപാട് എന്താ പറയുക, രാത്രിയും പകലും ഒരുപാട് ഈ 10-11 ആർട്ടിസ്റ്റുകളുടെ പകരില്ലാത്ത അധ്വാനമായിരുന്നു അത്. അതിന് നല്ല റിസൾട്ട് ആയിരുന്നു. തീർച്ചയായിട്ടും. ഈ ചിത്രകലാരംഗത്ത് വളർന്നു വരുന്ന കലാകാരന്മാരുണ്ട്, അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാനൊക്കെ ഈ മേഖലയ്ക്ക് വന്ന സമയത്ത് ഭയങ്കര ടഫായിരുന്നു ഈ മേഖലയ്ക്ക് എത്തിപ്പെടാൻ. പിന്നെ ഒരുപാട് സാധ്യതകളുണ്ട്, AI യുഗമാണ്. അപ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടാവുന്ന ഒരുപാട് സാധ്യതകൾ ഇല്ലെങ്കിൽ അതിൻ്റെ മേലേക്ക് എത്താൻ ഒരുപാട് ഇതുണ്ട്, ഉണ്ട്. അപ്പോൾ അതിലേക്ക് കൂടുതൽ എല്ലാവരും എത്താൻ ശ്രമിക്കുക, അതന്നെ പറയുന്നത്. തീർച്ചയായിട്ടും. ഇനിയും വലിയ വലിയ പുരസ്കാരങ്ങൾ നിങ്ങളെ തേടിയെത്തട്ടെ. അതേപോലെ തന്നെ നമ്മളൊന്നിച്ചിരിക്കാനുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു സീറ്റിൽ മറ്റൊരു അതിഥിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം ജഗൻ എടപ്പാൾ.